നമസ്കാരം ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഡിഷാണ് കോഴിക്കോടത്തെ ട്രെൻഡിങ് വൈറൽ കൂന്തൽ നിറച്ചത്. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയതാണ് കൂന്തൽ നിറച്ചത്. കഴുകി വൃത്തിയാക്കിയ കൂന്തൽ, ഓയിൽ, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, ചിക്കൻ മസാല, ഉള്ളി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, 1/2 കപ്പ് നാളികേരം. ചൂടായ പാനിലോട്ട് എണ്ണ ചൂടാക്കിയതിന് ശേഷം 1/2 കപ്പ് നാളികേരം ആഡ് ചെയ്ത് ചെറുതായി ലൈറ്റായി റോസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുക. അതേ പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം അതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, ഉള്ളി ചെറുതായി റോസ്റ്റ് ചെയ്തതിന് ശേഷം സാൾട്ട്, ഉപ്പ് ആവശ്യത്തിന്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, കുറച്ച് മുളക് പൊടി ആഡ് ചെയ്ത് അതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ കൂന്തലിൻ്റെ തലയും മറ്റുള്ള ഭാഗങ്ങളും ചെറുതായി റോസ്റ്റ് ചെയ്തെടുക്കുക. നമ്മൾ മുമ്പ് മാറ്റിവെച്ച നാളികേരം, റോസ്റ്റ് ചെയ്ത നാളികേരം ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുക. അതും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നല്ല റോസ്റ്റ് പരുവത്തിലാവുമ്പോൾ അതൊന്ന് മാറ്റി വയ്ക്കുക. നമ്മൾ ഈ റോസ്റ്റ് ചെയ്ത് വെച്ചത് കൂന്തലിൻ്റെ ഉള്ളിലോട്ട് നിറയ്ക്കുന്നതാണ്. ഒരു ഹാഫ് പകുതിയോളം മതി. അധികം നിറച്ച് കഴിഞ്ഞാൽ കൂന്തലിൻ്റെ ഉള്ളിലോട്ട് നിറച്ച് കഴിഞ്ഞാൽ കൂന്തൽ സ്റ്റീം ചെയ്യുന്ന സമയത്ത് ആവി കയറ്റുമ്പോൾ അത് ചുരുങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് പൊട്ടും. അപ്പോൾ ആ ഒരു പോർഷനിലോട്ട് അത്രയധികം ഫിൽ ചെയ്യേണ്ടത് ആവശ്യമില്ല. ലൈറ്റായിട്ട് ഫില്ല് ചെയ്യുക. അതിനുശേഷം ഒരു 10 മിനിറ്റ് ഇഡ്ഡലി പാത്രത്തിൽ ആവി കയറ്റിയെടുക്കുക. ഒരു പാൻ എടുക്കുക, കുറച്ച് ഓയിൽ ഒഴിക്കുക. ഓയിലിലോട്ട് മുളക് പൊടി, മുമ്പ് മാറ്റി വെച്ച മുളക് പൊടി, ബാക്കിയുള്ളത് ആഡ് ചെയ്യുക. കുറച്ച് സാൾട്ട്, ഉപ്പ് ആഡ് ചെയ്യുക. ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ആവി കയറ്റി വെച്ച കൂന്തൽ, ഫിൽഡ് കൂന്തൽ, നിറച്ച കൂന്തൽ അതിലോട്ട് ആഡ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് മറച്ചിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. മറച്ചിട്ട് കൊടുത്ത് ഒരു 1 to 2 മിനിറ്റ്സ് വയ്ക്കുമ്പോൾ നമ്മൾ കൂന്തൽ നിറച്ചത് റെഡിയായി. രുചികരവും സ്വാദിഷ്ടവുമായ സ്നാക്സായോ അല്ലെങ്കിൽ സ്റ്റാർട്ടറായോ ഉപയോഗിക്കാൻ പറ്റിയ ഈ കോഴിക്കോടൻ വൈറൽ റെസിപ്പി നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഈ വൈറൽ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ.